വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കറി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും, ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഗ്രീൻ പീസ് സോക്ക് ചെയ്യാൻ വെച്ചതാണ്, പിന്നെ ഒരു സവാളയുടെ പകുതി, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടി ഒന്ന് കുക്കറിൽ 4 വിസിൽ വരുന്നത് വരെ വേവിക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇതാ വെജിറ്റബിൾ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 10 15 കാഷ്യൂനട്ട് സോക്ക് ചെയ്യാൻ വെച്ചത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു കടായി വെച്ചുകൊടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ, ചെറുതായി അരിഞ്ഞത്. അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമണ്ണെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കം 2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 1/2 മിനിറ്റോളം ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നേരത്തെ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു കാഷ്നട്ട് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് പേസ്റ്റിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് കാഷ്നട്ട് പേസ്റ്റിനാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു ഗ്രേവി കുറുകി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മല്ലിയിലയും പിന്നെ കസൂറി മെത്തി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ചേർത്തത് കൊണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ക്യാപ്സിക്കം എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഏറ്റവും അവസാനം പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.